ഇറാനും അമേരിക്കയും തമ്മിലുള്ള സമാധാന ചർച്ചയുടെ ഭാവി എന്താണ്? ഇറാനുമേൽ അമേരിക്ക നടത്തിയ സമ്മർദ്ദങ്ങൾക്കുള്ള മറുപടി എത്തി. സുഹൃത്തുക്കളെ, ഇത് ഇറാന്റെ വെറും ഒരു പ്രതിരോധ പ്രഖ്യാപനമല്ല. പശ്ചിമേഷ്യയിലെ രാഷ്ട്രീയ സമവാക്യങ്ങളെ അടിമുടി മാറ്റി എഴുതാൻ പോകുന്ന ഒരു ഇടിമുഴക്കമാണ് ഇപ്പോൾ ഇറാനിൽ നിന്ന് കേൾക്കുന്നത്. ശരിക്കും എന്താണ് ഇറാന്റെ ആ അതിശക്തമായ മുന്നറിയിപ്പ്? നിങ്ങളിതൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. ഇത് ഇറാൻ അമേരിക്കയ്ക്ക് നൽകുന്ന കൃത്യമായ ഒരു താക്കീതാണ്. ഇറാൻ സീനിയർ മിലിറ്ററി കമാൻഡർ അലി അബ്ദുള്ളാഹിയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: ഞങ്ങൾക്കെതിരെ വീണ്ടും ഒരു സൈനിക നീക്കം ഉണ്ടായാൽ സമാനതകളില്ലാത്ത തിരിച്ചടിയായിരിക്കും ലോകം കാണാൻ പോകുന്നത്. ഇതിലൂടെ ഇറാൻ നൽകുന്ന സന്ദേശം അത് വളരെ വലുതാണ്, വളരെ വ്യക്തവുമാണ്. ഇതൊരിക്കലും പൊള്ളയായ ഒരു ഭീഷണിയായി എനിക്ക് തോന്നുന്നില്ല. അതിന് ചില കാരണങ്ങളുണ്ട്. രാജ്യത്തിന്റെ പരമാധികാരത്തിന് മേൽ ഒരു ചെറുവിരൽ അനക്കാൻ പോലും അമേരിക്കയെയോ ഇസ്രയേലിനെയോ അനുവദിക്കില്ലെന്നും അതിനെ ചെറുക്കാൻ ഇറാൻ സൈന്യം ഏതറ്റം വരെയും പോകാൻ സജ്ജമാണെന്നുമാണ് ഇതിലൂടെ ഇറാൻ ലോകത്തിന് നൽകുന്ന സന്ദേശം. എന്തായാലും ഇറാന്റെ ഈ പുതിയ നിലപാട് മേഖലയിലെ സമാധാന ചർച്ചകളെ പോലും എങ്ങനെയാണ് ബാധിക്കാൻ പോകുന്നതെന്ന് കണ്ടറിയേണ്ടി വരും. ഇനി മറ്റൊരു കാര്യം കൂടി പറയാതെ വയ്യ. അതെന്താണെന്ന് വെച്ചാൽ, അത് വെഡിത്തം നിറഞ്ഞ തീരുമാനങ്ങളിലൂടെ ട്രംപ് എന്ന ഭരണാധികാരി പശ്ചിമേഷ്യയെ ഏത് അപകടത്തിലേക്കാണ് തള്ളിവിടുന്നത് എന്നതിനെ കുറിച്ചാണ്. നമുക്ക് ഈ വിഷയത്തിന്റെ ആഴങ്ങളിലേക്ക് ഒന്ന് വിശദമായി ഇറങ്ങി പരിശോധിക്കാം. ഇത്രയേറെ അസ്വസ്ഥതകൾ പുകയുമ്പോഴും ചർച്ചകളിലൂടെ പ്രശ്നപരിഹാരത്തിന് അമേരിക്ക ശ്രമിക്കുന്നുണ്ടെന്ന ചില സൂചനകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി നടന്ന വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കം നിങ്ങൾ അറിഞ്ഞു കാണും. US പ്രതിനിധി സംഘം പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിൽ എത്തുമെന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ മറ്റൊരു സുപ്രധാനമായ റിപ്പോർട്ട് കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, വെറുമൊരു പ്രതിനിധി സംഘം മാത്രമല്ല, സാക്ഷാൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ പാകിസ്ഥാനിലേക്ക് എത്തിയേക്കുമെന്നാണ് റോയിറ്റേഴ്സ് അടക്കമുള്ള അന്താരാഷ്ട്ര വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത്. US ഇറാൻ രണ്ടാം ഘട്ട വെടിനിർത്തൽ ചർച്ചകൾക്കായി ട്രംപ് നേരിട്ടോ അതോ വീഡിയോ കോൺഫറൻസ് വഴിയോ പങ്കെടുത്തേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ഇസ്ലാമാബാദിൽ ഇതിനായുള്ള ഒരുക്കങ്ങൾ അതിവേഗം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണെന്നുമാണ് ആ റിപ്പോർട്ടുകളിൽ പറയുന്നത്. പക്ഷേ ഇവിടെ നാം കാണേണ്ട ഒരു പ്രധാന വശമുണ്ട്. നേരത്തെ നടന്ന ഒന്നാം വട്ട വെടിനിർത്തൽ ചർച്ചകൾ പരാജയപ്പെട്ടിരുന്നു എന്നതാ. ആ കരാർ നാളെ അവസാനിക്കാനിരിക്കെ ഇത് നീട്ടിക്കൊണ്ടുപോകാൻ തനിക്കൊട്ടും താല്പര്യമില്ലെന്ന് ട്രംപ് ആവർത്തിച്ച് വ്യക്തമാക്കുന്നുണ്ട്. ഇതിനിടയിലാണ് ഇറാന്റെ കപ്പൽ അമേരിക്ക പിടിച്ചെടുത്ത നടപടി സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കിയത്. ഹോർമുസ് കടലിടുക്കിലെ നാവിക ഉപരോധം പിൻവലിക്കാതെ ഒരു ഒത്തുതീർപ്പിനും തങ്ങളില്ലെന്ന ഉറച്ച നിലപാടിലാണ് ഇറാൻ. സുഹൃത്തുക്കളെ, നാം എന്തിനാണ് ഈ യുദ്ധത്തെ ഇത്ര ഭീതിയോടെ നോക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം കഴിഞ്ഞ മാസത്തെ കണക്കുകളിലുണ്ട്. അതായത് ഫെബ്രുവരി 28-ന് ഇസ്രയേലും അമേരിക്കയും ചേർന്ന ഇറാനിൽ നടത്തിയ ആക്രമണത്തിൽ മാത്രം 3000-ലധികം മനുഷ്യജീവനുകളാണ് പൊലിഞ്ഞത്. അതിൽ അധികവും സ്ത്രീകളും കുട്ടികളുമാണ്. 20,000-ലധികം പേർക്ക് പരിക്കേറ്റതായി റിപ്പോർട്ടുകളുണ്ട്. യഥാർത്ഥ കണക്കുകൾ ഇതിലും എത്രയോ മുകളിലായിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ഇത്രയും വലിയൊരു മനുഷ്യക്കുരുതിക്ക് ശേഷവും വിഡ്ഢിത്തം നിറഞ്ഞ പ്രസ്താവനകളുമായി ട്രംപ് മുന്നോട്ട് പോകുമ്പോൾ മറുഭാഗത്ത് ഇറാൻ സൈനിക കമാൻഡർ അലി അബ്ദുള്ളാഹി തന്റെ മുന്നറിയിപ്പ് ആവർത്തിക്കുകയാണ്. ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം തങ്ങളുടെ കയ്യിലാണ്. സൈനിക നീക്കം ഉണ്ടായാൽ അത് നിങ്ങളുടെ നാശത്തിന്റെ തുടക്കമായിരിക്കുമെന്നാണ് അമേരിക്കയ്ക്ക് നൽകിയ മറുപടി. ശരിക്കും എന്താണ് ഇനി സംഭവിക്കുക? സുഹൃത്തുക്കളെ, നാം ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്തുകൊണ്ടാണ് ഇറാൻ ഇപ്പോൾ ഇത്രയും കടുത്ത ഭാഷയിൽ പ്രതികരിക്കുന്നതെന്ന്? അലി അബ്ദുള്ളാഹിയുടെ വാക്കുകൾ വെറും വാചക കസത്തായി ആരും കരുതേണ്ടതില്ല. അങ്ങനെ കരുതാനും സാധിക്കില്ല. കാരണം കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ഇസ്രയേലും അമേരിക്കയും ചേർന്ന് ഇറാനെ വളയാൻ നടത്തുന്ന ശ്രമങ്ങൾക്കുള്ള കൃത്യമായ മറുപടിയാണിത്. സമാനതകളില്ലാത്ത തിരിച്ചടി എന്ന് അവർ പറയുമ്പോൾ അതിനർത്ഥം പശ്ചിമേഷ്യയിലെ അമേരിക്കൻ സൈനിക താവളങ്ങളും ഇസ്രയേലിന്റെ തന്ത്രപ്രധാന മേഖലകളും ഇറാന്റെ മിസൈൽ മുനമ്പിലാണെന്നല്ലേ? തങ്ങളുടെ മണ്ണിൽ ഒരു പോറലേറ്റാൽ പശ്ചിമേഷ്യയുടെ ഭൂപടം തന്നെ മാറുമെന്ന ഭീഷണിയാണ് ടെഹ്റാൻ മുഴക്കുന്നത്. ശരിക്കും ഇവിടെയല്ല സുഹൃത്തുക്കളെ ഈ വിഷയത്തിലെ ഏറ്റവും വലിയ വൈരുദ്ധ്യം ഒളിഞ്ഞിരിക്കുന്നത്. ഒരു വശത്ത് അതിശക്തമായ യുദ്ധഭീഷണി മുഴക്കുമ്പോൾ തന്നെ മറുവശത്ത്
സമാധാനത്തിന്റെ പേരും പറഞ്ഞ് അമേരിക്ക പാകിസ്ഥാനിലേക്ക് തങ്ങളുടെ പ്രതിനിധി സംഘങ്ങളെ അയക്കുന്നത് നിങ്ങൾ കണ്ടു കാണുമല്ലോ. അന്താരാഷ്ട്ര മാധ്യമങ്ങളിലെ റിപ്പോർട്ടുകൾ പ്രകാരം ട്രംപ് വീഡിയോ കോൺഫറൻസിലൂടെയോ നേരിട്ടോ ഒക്കെ സമാധാന ചർച്ചകൾക്കായി എത്തുമെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. പക്ഷേ ഇവിടെ നാം സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. ഒരു രാജ്യത്തെ ഉപരോധങ്ങൾ കൊണ്ട് ശ്വാസം മുട്ടിക്കുകയും അതേ സമയം തന്നെ സമാധാനത്തെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നത് ശുദ്ധമായ ഇരട്ടത്താപ്പല്ലേ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഇറാന്റെ സാമ്പത്തിക നട്ടലൊടിക്കുന്ന രീതിയിലുള്ള നാവിക ഉപരോധം ഇപ്പോഴും അമേരിക്ക തുടരുകയാണ്. ഈ ഉപരോധം പിൻവലിക്കാതെ ചർച്ചയ്ക്കിരിക്കുന്നത് വെറും പ്രഹസനമാണെന്ന് ഇറാന് നന്നായി അറിയാം. തോക്കിൻ മുനയിൽ നിർത്തിക്കൊണ്ടുള്ള ഒരു സമാധാന ചർച്ചയ്ക്കും തങ്ങളില്ലെന്ന് ഇറാൻ ആവർത്തിക്കുന്നത് അതുകൊണ്ടാണ്. ഈ അമേരിക്കൻ ഗെയിം ഇറാൻ എങ്ങനെയാണ് നേരിടാൻ പോകുന്നതെന്ന് കണ്ടറിയണം. ഇറാൻ ചോദിക്കുന്നത് ലളിതമായ ഒരു കാര്യമാണ്. വിശ്വാസമില്ലാത്ത ഒരിടത്ത് എങ്ങനെയാണ് സമാധാനം ഉണ്ടാക്കുന്നത്? ഈ പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ അമേരിക്ക തയ്യാറാകുമോ? അതോ പശ്ചിമേഷ്യ വീണ്ടും സംഘർഷ ഭൂമിയായി തുടരുമോ? നിങ്ങൾ എന്തു കരുതുന്നു?